നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും സഞ്ചരിക്കാത്ത സുരക്ഷയിലാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതെന്നും മുല്ലപ്പള്ളി. തലശ്ശേരിയിൽ പൂട്ടിയിട്ട പെട്ടിക്കടയിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടികൂടി. 10,000 രൂപ പിഴയിട്ടു. നടപടിയെടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ചെണ്ടയാട് അമ്പിടാട്ട് മടപ്പുരയ്ക്ക് സമീപം ക്വാറിയിൽ മണ്ണിടിഞ്ഞു. ആർക്കും പരിക്കില്ല. പോലീസ് സ്ഥലത്തെത്തി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 16, 17, 18 തീയതികളിൽ തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ. 15 ഉപജില്ലകളിൽ നിന്നായി 2000-ഓളം കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും സഞ്ചരിക്കാത്ത സുരക്ഷയിലാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. ഒരു ജലദോഷപ്പനി വന്നാൽ പോലും മുഖ്യമന്ത്രി പോകുന്നത് മയോ ക്ലിനിക്കിലേക്കാണ്. മറ്റ് മന്ത്രിമാരും ആരോഗ്യ ചികിത്സയ്ക്ക് പുറത്തു പോവുകയാണ്. ജനങ്ങൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ചാണിത് നോക്കണമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രിമാർക്കും ഇല്ലാത്ത സുരക്ഷയാണ് മുഖ്യമന്ത്രിക്ക്. ഇത്രയേറെ വാഹന വേഗത്തിൽ സഞ്ചരിക്കേണ്ട ആവശ്യം എന്താണെന്നും മുല്ലപ്പള്ളി ചോദിച്ചു. എന്ത് കൊള്ളരുതായ്മകൾ കാണിച്ചാലും ചോദ്യം ചെയ്യാൻ ആളില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്ലസ് പോയിന്റ്. സ്വന്തം പാർട്ടിയിൽ പോലും ചോദ്യം ചെയ്യാൻ ആളില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് പിറ്റേന്ന് തന്നെ മാറ്റിപ്പറയേണ്ട അവസ്ഥയിലാണ് പാർട്ടി സെക്രട്ടറി MA ബേബി എന്നും മുല്ലപ്പള്ളി തുറന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു ജലദോഷ പനി വന്നു കഴിഞ്ഞാൽ മയോ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാർ അവരുടെ ആലോചിച്ച് നോക്കും. നിങ്ങൾ ആരോഗ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്ന കോടികൾ എത്രയാണ്? ഇതൊക്കെ തന്നെ എവിടെ നിന്നാണ് ഈ പണം? ഈ രാജ്യത്തെ ദരിദ്രവാസികളായിട്ടുള്ള ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം. ആ പണം കൊണ്ടല്ലേ ഈ ധാരാളിത്വവും ദൂർത്തവും നടക്കുന്നത്. ഇതുപോലെ ധാരാളിയായ, ഇതുപോലെ ദൂർത്തുള്ള, ഇതുപോലെ ധിക്കാരിയായ ഒരു മുഖ്യമന്ത്രിയെ നമ്മുടെ കേരളം കണ്ടിട്ടുണ്ടോ? അയാൾ ഭീരുവായതുകൊണ്ടല്ലേ 42 വാഹനം കണ്ട് അകമ്പടിയോട് പോകുന്നത്. ധീരനാണെങ്കിലേ പോണോ? ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി, എനിക്ക് ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിമാരുടെയൊക്കെ തന്നെ പ്രോട്ടോക്കോളിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ന് വരെ ഇന്ത്യയിലൊരു പ്രധാനമന്ത്രി ഇതുപോലെ അങ്ങനെ പ്രോട്ടോക്കോളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് വലിയ വാഹന വ്യൂഹത്തോടു കൂടിയല്ലേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പൊതുസമൂഹം നോക്കി നിൽക്കുന്നില്ലേ? കുറേ മണ്ടന്മാരായിട്ടും അതുപോലെ അവിവേകികളായിട്ടുള്ള കുറേ ആളുകൾ CPM-ലുണ്ട് എന്നൊരൊറ്റ ഒരു കാര്യമല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ടല്ലേ. MA ബേബി ഇടയ്ക്കൊരു ഒച്ചപ്പാടുണ്ടാക്കും, പക്ഷേ അയാൾ തന്നെ അത് അവസാനിപ്പിക്കും. അദ്ദേഹത്തിന് ഒന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ നോക്കിയാൽ ഈ സംഭവം AD-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബേബിയുടെ ഭാഗത്താണ് ഒരു വ്യത്യസ്ത സ്വരം നമ്മൾക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ബേബി ഇപ്പോൾ അതല്ല പറഞ്ഞ രൂപത്തിൽ ഇന്ന് കണ്ടുന്നത് പത്രത്തിൽ കണ്ടു. ഇതല്ലേ അവസ്ഥ? ആരെങ്കിലും മുഖ്യമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിലപാട് ശരിയല്ല എന്ന് പറയാൻ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അദ്ദേഹം ഒരു സമഗ്രാധിപതിയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആരും ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിന്റ്. തലശ്ശേരിയിൽ പൂട്ടിയിട്ട പെട്ടിക്കടയിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടികൂടി. 10,000 രൂപ പിഴയിട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. ഇതിനിടെയാണ് നിരോധിത ക്യാരി ബാഗുകൾ കണ്ടെത്തിയത്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പെട്രോൾ ബങ്കിന് സമീപം M. നാസറിന്റെ ഉടമസ്ഥതയിലുള്ള പൂട്ടിയിട്ട പെട്ടിക്കടയിൽ നിന്നാണ് സൂക്ഷിച്ചുവെച്ച നിലയിൽ ക്യാരി ബാഗുകൾ കണ്ടെത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ജില്ലാ സ്ക്വാഡ് അംഗങ്ങൾ ഉടമയുടെ ഫോൺ നമ്പറിൽ വിളിച്ച് സ്ഥലത്തെത്തി കട തുറന്നു തരാൻ ആവശ്യപ്പെട്ടെങ്കിലും സ്ഥലത്തില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ പൂട്ടുപൊളിച്ചാണ് സ്ക്വാഡ് 20 കിലോയിൽ അധികം വരുന്ന ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തത്.
പൂട്ടിയിട്ട പെട്ടിക്കടയിൽ നിന്ന് ആവശ്യാനുസരണം ക്യാരി ബാഗുകൾ കടകളിൽ എത്തിച്ചു കൊടുക്കുകയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. മത്സ്യ മാർക്കറ്റിൽ ഉൾപ്പെടെ ഈ കടയിൽ നിന്നാണ് നിരോധിത ക്യാരി ബാഗുകൾ അസമയങ്ങളിൽ എത്തിച്ചിരുന്നത്. ഉടമയായ എം നസീറിന് 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ടി വി രഘുവരൻ, കെ ആർ അജയകുമാർ, പി എസ് പ്രവീൺ, നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഇ ദിനേശ്, ബി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ചെണ്ടയാട് അമ്പിടാട്ട് മടപ്പുരയ്ക്ക് സമീപം ക്വാറിയിൽ മണ്ണിടിഞ്ഞു. ആർക്കും പരിക്കില്ല. പാനൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ക്വാറിയുടെ മുകളിൽ നിന്നും മണ്ണ് കൂട്ടമായി പതിച്ചതോടെ പ്രദേശവാസികളാകെ ആശങ്കയിലാണ്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ക്വാറി താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തോട് ഉത്ഭവിക്കുന്ന പ്രദേശത്താണ് ക്വാറി പ്രവർത്തിക്കുന്നത്. ഇതുമൂലം തോട് മലിനമാകുകയും സമീപ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകൾക്കും ദോഷമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ അധികൃതരുടെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ ഉണ്ടായ മഴയിൽ അതിഭീകരമായ രീതിയിൽ ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഇത് നിലവിൽ പാലിക്കേണ്ട നിയമങ്ങളൊന്നും പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. ബെഞ്ച് ബെഞ്ച് സിസ്റ്റം നടപ്പിലാക്കാതെ ഇതുമൂലം ഇതിൻ്റെ അടിവാരത്ത് താമസിക്കുന്ന ജനങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ യുവാക്കൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 16, 17, 18 തീയതികളിൽ തലശ്ശേരി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സ്മാരക നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കും. 15 ഉപജില്ലകളിൽ നിന്നായി 2000-ഓളം കായിക പ്രതിഭകൾ പങ്കെടുക്കും. ഒക്ടോബർ 16 വ്യാഴാഴ്ച രാവിലെ 9:30 കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സ്കൂൾ കായികമേളയാണ് 16, 17, 18 തീയതികളായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള മേളകളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ നമ്മൾ ഉപജില്ലാ മേളകൾ നടക്കുന്നു. അതുപോലെ സംസ്ഥാന മേളയുടെ ഭാഗമായിട്ടുള്ള ഗ്രൂപ്പ് 1 മത്സരങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റവന്യൂ ജില്ലാ കായികമേളയും വളരെ ഭംഗിയായിട്ട് തന്നെ നടത്താമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 7:30 ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സി ഷൈനി പതാക ഉയർത്തുന്നതോടെ മത്സരങ്ങൾ ആരംഭിക്കും. കായികമേളയുടെ ഔപചാരിക ഉദ്ഘാടനം 9:30 സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നിർവഹിക്കും. റവന്യൂ ജില്ലാ കായികമേളയുടെ ഭാഗമായി ബുധനാഴ്ച രാവിലെ 6:30 കണ്ണൂർ പയ്യാമ്പലം ബീച്ച് റോഡിൽ ക്രോസ് കൺട്രി മത്സരം നടത്തും. മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൺകുട്ടികൾ 6 കിലോമീറ്ററും പെൺകുട്ടികൾ 4 കിലോമീറ്റർ ദൂരത്തിലുമാണ് ഓടേണ്ടത്. കായികമേള മത്സരങ്ങൾ ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. സമാപന സമ്മേളനം നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള ട്രോഫി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത സമ്മാനിക്കും. ഹരിത ചട്ടങ്ങൾ പാലിച്ചാണ് കായികമേള നടത്തുന്നത്. 18 തീയതിയിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മേള നടക്കുന്നത്. 15 സബ് ജില്ലകളിൽ നിന്ന്, അതായത് 1 മുതൽ 3-ാം സ്ഥാനം വരെ ലഭിച്ച മത്സരാർത്ഥികളും അതുപോലെ സായി സെന്ററിൽ നിന്ന് 15 കുട്ടികളും, കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ നിന്ന് 40 കുട്ടികളും അടക്കം ഏകദേശം 2600-ൽ പരം വിദ്യാർത്ഥികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത്. 16/10/2022 കാലത്ത് 7:30 പതാക ഉയർത്തുന്നതോടുകൂടി സീനിയർ ആൺകുട്ടികളുടെ ഷോട്ട് പുട്ട്, ജൂനിയർ ആൺകുട്ടികളുടെ ഷോട്ട് പുട്ട്, സബ് ജൂനിയർ ആൺകുട്ടികളുടെ ഷോട്ട് പുട്ട് മത്സരങ്ങൾ ആരംഭിക്കും. തുടർന്ന് 9:30 അഡ്വക്കേറ്റ് എ എൻ ഷംസീർ, ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ, മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സബ് ജൂനിയർ, സീനിയർ, അണ്ടർ 14, അണ്ടർ 17, അണ്ടർ 19 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 98 മത്സര ഇനങ്ങൾ 3 ദിവസങ്ങളിലായി ഈ മേളകളിൽ നടക്കും. മത്സരത്തിൻ്റെ വിജയത്തിനായി അഡ്വക്കേറ്റ് എ എൻ ഷംസീർ, ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ, ചെയർമാനായും തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി KM ജമുന റാണി വർക്കിംഗ് ചെയർമാനായും വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ 9 സബ് കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നു. വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി, സ്പോർട്സ് കോർഡിനേറ്റർ PP മുഹമ്മദ് അലി, പബ്ലിസിറ്റി
കമ്മിറ്റി കൺവീനർ PP സുധീർ, സ്വീകരണ കമ്മിറ്റി കൺവീനർ K റസാഖ്, NP ബിനീഷ്, KP സായന്ത്, ഷൈനേഷ് ചന്ദ്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കെയ്സ് ബംഗ്ലാവ് ഇനി കാണാമറിയത്ത്. തലശ്ശേരി നഗരത്തിലെ പുരാതന തറവാടായ കായത്ത് റോഡിലെ കെയ്സ് ബംഗ്ലാവും ഓർമ്മയിലേക്ക് മറയുന്നു. താമസിക്കാൻ ആളില്ലാത്തതിനാൽ 8 വർഷം മുൻപ് വിൽപ്പന നടത്തിയ ബംഗ്ലാവ് പൊളിച്ചുമാറ്റാൻ തുടങ്ങി. 3 ആഴ്ച മുമ്പാണ് പ്രവൃത്തി ആരംഭിച്ചത്. തലശ്ശേരി നഗരത്തിലെ പുരാതന തറവാടുകളിൽ ഏറെ പഴക്കമുള്ളതാണ് കെയ്സ് ബംഗ്ലാവ്. 85 വർഷത്തോളം പഴക്കമുള്ള ബംഗ്ലാവിൽ 12 കിടപ്പ് മുറികളുണ്ട്. മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലുമായി 2 അടുക്കള, 2 കാർ ഷെഡ്, വിറകുപുര, വളർത്തു മൃഗങ്ങൾക്കുള്ള സൗകര്യം എന്നിവയുമുണ്ട്. മക്കളുടെ മരണശേഷം മക്കളുടെ മക്കളായ 21 അവകാശികളാണ് ബംഗ്ലാവിനുണ്ടായിരുന്നത്. 19 ആളുകൾ താമസം മാറ്റിയതോടെ താമസിക്കാൻ 2 പേർ മാത്രമായി. ഒടുവിൽ ബംഗ്ലാവ് വിൽപ്പന നടത്തുകയായിരുന്നു. ബംഗ്ലാവിനോട് ചേർന്ന് 70 സെന്റ് ഭൂമിയുണ്ട്. തലശ്ശേരിയിൽ പഴയ മുസ്ലിം തറവാടുകളിൽ TC മുക്കിലെ മാളിയേക്കൽ, സ്റ്റേഡിയം കോർണറിലെ ബംഗ്ല എന്നിവയടക്കം വിരലിലെണ്ണാവുന്നവ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഒരു കാലത്ത് കേരള ചരിത്രത്തിൻ്റെ, രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭൂപടം തന്നെ മാറ്റിമറിച്ച ഒരു വീടായിരുന്നത്. ജനാബ് CKP ചെറിയമുക്കി, മുസ്ലിം ലീഗിൻ്റെ ആരാധനായ നേതാവ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടായിരുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ ഇവിടെ നിത്യ സന്ദർശകരായിരുന്നു. മുൻ മുഖ്യമന്ത്രി അച്യുതൻ മേനോൻ മുതൽ BP ജോൺ മുതൽ എല്ലാവരും, KG മാരാറും CH കണാരനും ഒക്കെ ഈ വീട്ടിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. തലശ്ശേരി 1971 കലാപകാലത്ത് കേരളത്തിൽ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരൊക്കെ ഈ വീട്ടിൽ തമ്പടിച്ച് കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി. മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ജനാബ് CKP ചെറിയമുക്കി സാഹിബാണ്. ഏതായാലും വളരെ വിഷമം തോന്നുന്നുണ്ട്, കാരണം ഈ വീട് ഇങ്ങനെ പൊളിച്ച് നീക്കം ചെയ്യപ്പെടുന്നതിൽ. പക്ഷേ നിർവാഹമില്ല, ഇവിടെ താമസിക്കാൻ ആരുമില്ല. എല്ലാവരും പല വഴിക്കായി പോയി. കോഴിക്കോടും തളിപ്പറമ്പും അങ്ങനെ പല വഴികളിലായി അവരൊക്കെ ഇവിടുന്ന് താമസം മാറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബാംഗങ്ങളൊക്കെ ആലോചിച്ച് ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനി തലശ്ശേരിയിൽ ചുരുക്കം ചില തറവാടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബംഗ്ല, മാളിയേക്കൽ, കാടാങ്കണ്ടി, കണ്ണോത്ത്, ഇങ്ങനെയുള്ള കുറച്ച് വീടുകൾ മാത്രമേ ഇനിയുള്ളൂ. ഓലിയത്ത്. ബംഗ്ലാവിന്റെ മേൽക്കൂര പൊളിക്കുന്ന പ്രവൃത്തിയാണിപ്പോൾ നടക്കുന്നത്. കട്ടിലയടക്കമുള്ള മര ഉരുപ്പടികൾ ഏതാണ്ട് ഇളക്കിയെടുത്തു. പൊളിക്കാനുള്ള പ്രവൃത്തി പൂർത്തിയാക്കാൻ ഇനിയും ആഴ്ചകളെടുക്കും. രാഷ്ട്രീയത്തിലും പറയാനേറെ കെയ്സ് ബംഗ്ലാവിന് ഉണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒത്തുകൂടിയതാണ് കെയ്സ് ബംഗ്ലാവ്. കേരള രാഷ്ട്രീയത്തിന് തലശ്ശേരിയുടെ സംഭാവനയായ CKP ചെറിയ മമ്മുക്കയി ഇവിടെയാണ് താമസിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഖാൻ പട്ടം ലഭിച്ച ഖാൻ ബഹദൂർ വലിയ മമ്മുക്കയി തൻ്റെ 5 മക്കൾക്ക് നിർമ്മിച്ചതാണ് ബംഗ്ലാവ്. കുഞ്ഞാമിന, ബീക്കുട്ടി, ഉമ്മി, സാറു, കലന്തത്തി എന്നിവരായിരുന്നു മക്കൾ. മുസ്ലിം ലീഗ് ഉൾപ്പെട്ട മുന്നണിക്ക് ആദ്യമായി ഭരണം ലഭിച്ച 1967 ബംഗ്ലാവ് സംസ്ഥാന നേതാക്കളുടെ പ്രവർത്തന കേന്ദ്രമായി. തലശ്ശേരി കലാപകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന C അച്യുതമേനോൻ, K കരുണാകരൻ, ബാഫക്കി തങ്ങൾ, CH മുഹമ്മദ് കോയ, NE ബാലറാം എന്നിവർ സ്ഥിരമായി ബംഗ്ലാവിൽ എത്താറുണ്ടായിരുന്നു. സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ മന്ത്രിമാർ ക്യാമ്പ് ചെയ്തപ്പോൾ മന്ത്രിമാരുടെ ആസ്ഥാനമായും ബംഗ്ലാവ് മാറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃപ്പങ്ങോട്ടൂർ മണ്ഡലം 41ാം വാർഷിക സമ്മേളനം കടവത്തൂരിൽ നടന്നു. മഹാത്മാ മന്ദിരത്തിൽ മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തോട് മാത്രം ബാധ്യതയുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA തൃപ്പങ്ങോട്ടൂർ മണ്ഡലം 41ാം വാർഷിക സമ്മേളനമാണ് കടവത്തൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നത്. മുൻ KPCC പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തോട് മാത്രം ബാധ്യതയുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. തീർച്ചയായിട്ടും ഈ രാജ്യത്തിന് അല്ലെങ്കിൽ നാട്ടിനൊരു ബാധ്യത എന്ന സ്ഥിതിയിലാണ് അത്തരമൊരു പമ്പ സംഗമം തന്നെ അവസാനിച്ചത്. ആ സംഗമത്തിന് എന്ത് ചെലവഴിച്ചെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നൊരു കാശും ഞങ്ങൾ ചെലവഴിക്കില്ല, ദേവസ്വം പണം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെന്റ് കണക്ക് വന്നിരിക്കുന്നു. 8.50 കോടി രൂപയാണ് ആ സംഗമത്തിന് വേണ്ടി മാത്രം നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് വീണ്ടും മാറ്റിവെച്ചത്.
സമസ്ത മേഖലയിലും കേരളം ഇന്ന് തകർന്നിരിക്കുകയാണ്. സാമ്പത്തിക മാനേജ്മെന്റിന്റെ പാട തകർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംസ്ഥാനം ഒരു കുത്തുപാളയെടുത്തുന്ന ഒരവസ്ഥാവിശേഷമാണ് എന്നുണ്ടായിട്ടുള്ളത്. നിത്യനിത്യാണ് ചെലവുകൾക്ക് യാതൊരു തരത്തിലും വക കണ്ടെത്താൻ സാധിക്കാത്തൊരു ഗവൺമെൻറ് പാവപ്പെട്ട സർവീസ് പെൻഷൻകാരോട് അതുപോലെ കുടുംബ പെൻഷൻകാരോട് ഇത്രയും വഞ്ചന കാണിച്ച ഒരു സർക്കാർ ഇന്നുവരെ കേരളം ഭരിച്ചിട്ടില്ല. ആനുകൂല്യം നിഷേധിക്കുക, തടഞ്ഞു വയ്ക്കുക, ഇത് ഗവൺമെൻറ് മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. 2019 പെൻഷൻ പരിഷ്കരണം അതിൻ്റെ ഭാഗമായി അനുവദിച്ച DAയുടെ 2 ഗഡുക്കൾ ഇതുവരെ കൊടുത്തിട്ടില്ല. 2021 റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ ജീവനക്കാരുടെയും 50% ശമ്പള കുടിശ്ശിക അത് കൊടുത്തിട്ടില്ല. KSSPA തൃപ്പങ്കുണ്ടം മണ്ഡലം പ്രസിഡന്റ് VP കുമാരൻ അധ്യക്ഷനായി. സെക്രട്ടറി KK ദിനേശൻ സ്വാഗതം പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി KP സാജു മുഖ്യാതിഥിയായി. തൃപ്പങ്കുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ, KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം വിജയൻ ഉച്ചുമ്മൽ, സജീവൻ എടവന, KSS നിയോജകമണ്ഡലം പ്രസിഡന്റ് K സുധാകരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CN പവിത്രൻ, KSSPA ജില്ലാ കമ്മിറ്റി അംഗം A അനിൽകുമാർ, ജില്ലാ കൗൺസിൽ അംഗം P കൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് KC ബിന്ദു, യൂത്ത് കോൺഗ്രസ് തൃപ്പങ്കുണ്ടം മണ്ഡലം പ്രസിഡന്റ് T സായന്ത്, പഞ്ചായത്ത് അംഗം VK തങ്കമണി, പാഞ്ഞൂർ പ്രസ് ഫോറം പ്രസിഡന്റ് KK സജീവ് കുമാർ, KSSPA തൃപ്പങ്കുണ്ടം മണ്ഡലം ട്രഷറർ AP മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയ കാലത്തെ അനുസ്മരിപ്പിക്കും വിധം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രചരണത്തിന് സാക്ഷ്യം വഹിച്ച് തലശ്ശേരി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 16 മുതൽ 19 വരെ തലശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന തള്ളുവണ്ടി യാത്രയാണ് തലശ്ശേരിയിലെത്തുന്നവർക്ക് വേറിട്ട അനുഭവമാകുന്നത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ സിനിമാ പോസ്റ്ററുകൾ വിതരണം ചെയ്തുകൊണ്ട് പഴയകാല സിനിമാ പ്രചരണത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് തള്ളുവണ്ടി യാത്ര സംഘടിപ്പിച്ചത്. ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഒക്ടോബർ 16 വൈകിട്ട് 5 മണിക്ക് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ പ്രമുഖ താരങ്ങളും പങ്കെടുക്കും. മേളയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള 55 സിനിമകൾ പ്രദർശിപ്പിക്കും. 31 ഇന്റർനാഷണൽ സിനിമകളും 10 ഇന്ത്യൻ സിനിമകളും 14 മലയാള സിനിമകളുമാണ് പ്രദർശിപ്പിക്കുന്നത്. ഡെലിഗേറ്റ് ഫീസ് 354 രൂപയും വിദ്യാർത്ഥികൾക്ക് 177 രൂപയുമാണ്. സംഘാടക സമിതി കൺവീനർമാരായ പ്രദീപ് ചൊക്ലി, KSFDC അംഗം ജിത്തു കോളയാട്, ക്യാമറമാൻ വേണുഗോപാൽ, പുഗസ സംസ്ഥാന കമ്മിറ്റി അംഗം TM ദിനേശ്, കിഡ്സ് ഡയറക്ടർ CP വീണ, ഫെസ്റ്റിവൽ ഡെപ്യൂട്ടി ഡയറക്ടർ S ഷാജി, വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടി. എൻ്റെയൊക്കെ ഓർമ്മയിൽ നമ്മുടെ വീട്ടിൻ്റെ വരമ്പിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇതിനകത്ത് പശയുണ്ടാവും, പോസ്റ്റർ ഉണ്ടാവും, ഇതിനകത്തെ സ്ഥലത്ത് പായ ഉണ്ടാവും. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഇവർ വെയിലെത്തി കഴിഞ്ഞാൽ സൈഡിൽ മരത്തിൻ്റെ കീഴിൽ വെച്ചിട്ട് ആ പായ കിടന്ന് ഉറങ്ങുക. അങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ സിനിമയുടെ പ്രചരണം നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു ക്രിയേഷനാണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നു. ചൊക്ലി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 3000-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള, IT മേള എന്നിവയാണ് 2 ദിവസങ്ങളിലായി നടക്കുന്നത്. ചൊക്ലി ഉപജില്ലയിലെ 75 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് കാർഷിക രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുകയും മറ്റ് രംഗങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ശാസ്ത്രലോകത്ത് നമുക്കറിയാം, തമിഴിലും അതിനോടൊപ്പം തന്നെ പോയി അവിടെ പോയി താമസിച്ചിരിക്കുന്ന ആളുകൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷെ അതൊക്കെ നടക്കുകയാണ്. ആ കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് കടക്കാനും കഴിയുന്ന രൂപത്തിൽ കുട്ടികളൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പറയാം. ശാസ്ത്രരംഗത്ത് പുരോഗതി വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാനപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് തന്നെ അതിൻ്റെ എല്ലാ രംഗത്തുമുള്ള ബാലപാഠം പാടുകൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ LP കഴിഞ്ഞ് യൂത്ത് കഴിഞ്ഞ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് എത്തുമ്പോഴത്തേക്ക് കുറേ കൂടി ഉന്നതമായി മുന്നോട്ട് പോകുന്ന രൂപത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ പറയാറ് കാരണം കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ
മറ്റ് വിശ്വാസങ്ങളിലേക്കാണ്. പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണിലാൽ അധ്യക്ഷത വഹിച്ചു. രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രശാന്തൻ തച്ചറത്ത്, ചുക്ലി BPC സുനിൽ ബാൽ, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി CC നിഷാനന്ദ്, VP ഓറിയന്റൽ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ PP രമേശൻ, ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് നസീർ ഇടവലത്ത്, സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർ ഉമേഷ് കോറോത്ത്, സയൻസ് ക്ലബ്ബ് കൺവീനർ ബാബു കുറുങ്ങോട്ട്, മാത്സ് ക്ലബ്ബ് കൺവീനർ N ജിതേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ J ഇന്ദിര സ്വാഗതവും റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ലിതേഷ് കോളയാട് നന്ദിയും പറഞ്ഞു. അസാമാന്യ ഓർമ്മശക്തി കൊണ്ട് ഏവരെയും വിസ്മയിപ്പിക്കുന്ന ഭിന്നശേഷിക്കാരനായ ബാവാന്റെ പറമ്പ് LP സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് സമാനെയും ശാസ്ത്രപദം 8.0-ൽ ഈ അധ്യയന വർഷം ഏറ്റവും കൂടുതൽ കുട്ടികളെ രജിസ്ട്രേഷൻ നടത്തി ഒന്നാമതെത്തിയ പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിനെയും MLA ഉപഹാരം നൽകി ആദരിച്ചു. ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് പുറത്തിറക്കിയ ഡിഷ് വാഷിന്റെ ആദ്യ വിൽപ്പനയും MLA നിർവഹിച്ചു. ഡോക്ടർ KN കുറുപ്പ് രചിച്ച ഒരു കടത്തനാടൻ വീരഗാഥ പുസ്തകം പ്രകാശനം വടകരയിൽ നടന്നു. മുനിസിപ്പൽ പാർക്കിൽ KP മോഹനൻ MLA പുസ്തകം പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KN കുറുപ്പ് രചിച്ച ഒരു കടത്തനാടൻ വീരഗാഥ പുസ്തക പ്രകാശനം വടകരയിൽ നടന്നു. മുൻ കൃഷിമന്ത്രി KP മോഹനൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. വാസ്തു ആചാര്യൻ ഡോക്ടർ നിസാന്ത് തോപ്പിൽ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. അത് ബഹുമാനപ്പെട്ട അന്നത്തെ കേന്ദ്രമന്ത്രി, ഇന്നത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ കൈവശം കൊടുത്തു. അതിനെക്കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാവുള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പോഴും ഒന്ന് പേര് മാറ്റുകയാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. കൃഷി വികസനം മാത്രമല്ല കർഷകന്റെ ക്ഷേമവും അത് വേണം എന്നതുകൊണ്ടാണ് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ജൈവ കൃഷിയെ, കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജൈവ കൃഷിയെക്കുറിച്ച്. അപ്പോൾ ജൈവ കൃഷിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞു. അപ്പോൾ എന്നെ കൈപിടിച്ച് ചോദിച്ചു ഹൗ ഈസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പഴയ കാലത്ത് ചെയ്തിരുന്നതാണ് അതേ ചെയ്യുന്നത്, അതിൽ മാറ്റം വരുത്തുന്നത്. അപ്പൊ അങ്ങനെ ടോട്ടലി ഒരു ജൈവ കാർഷിക ഇന്ത്യക്ക് മാറ്റണം എന്നതായിരുന്നു എന്റെ ആ പോളിസിയിൽ ഉണ്ടായിരുന്നത്. കേരളത്തിൽ തുടങ്ങി, പക്ഷേ കുറേയൊക്കെ തന്നെ ആളുകൾ അതിൽ നിന്ന് വിട്ടുപോയി. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരുപാട് ഫലം ലഭിച്ചാൽ ഒരുപാട് പണം കിട്ടും. പണമോഹികളായിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള പലരും. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പോൾ പണമോഹികൾ നല്ല സാധനം കൊടുക്കാൻ ആഗ്രഹിക്കുക, അതിന്റെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ശ്രീനിവാസൻ ഒരുപാട് ഔട്ട്ലെറ്റുകൾ. മുൻ മന്ത്രി CK നാണു ചടങ്ങിൽ അധ്യക്ഷനായി. ഹരിയാലി കോർഡിനേറ്റർ മണലിൽ മോഹനൻ പുസ്തക പരിചയം നടത്തി. PP ദാമോദരൻ, പുറന്തോടത്ത് ഗംഗാധരൻ, P ഹരീന്ദ്രനാഥ്, അഡ്വക്കേറ്റ് E നാരായണൻ നായർ, വീരാൻകുട്ടി, പ്രൊഫസർ ഇസ്മയിൽ, ദിവാകരൻ ചോമ്പാല തുടങ്ങിയവർ സംസാരിച്ചു. രോഗങ്ങളില്ലാത്ത ആരോഗ്യ ജീവിതത്തിനായി നിത്യവും ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം ചെയ്യണമെന്ന് സ്പോർട്സ് കരാത്തെ ദോ അക്കാദമി ഓഫ് ഇന്ത്യ കേരള മുഖ്യ പരിശീലകൻ സെൻസായ് വിനോദ് കുമാർ. സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന മദ്യം, മയക്കുമരുന്ന് ഉപയോഗമാണെന്നും പുതുതലമുറയിലെ പെൺകുട്ടികൾ പോലും വഴിതെറ്റുന്ന സാഹചര്യത്തിൽ സ്വയം പ്രതിരോധം മാത്രമല്ല അച്ചടക്കവും ആരോഗ്യ ജീവിതവും കൈവരിക്കാൻ ദൈനംദിനമുള്ള കരാത്തെ പരിശീലനത്തിലൂടെ സാധിക്കുമെന്നും വിനോദ് കുമാർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു തലമുറ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും വഴിതെറ്റി പോകുമ്പോൾ അവർ ലക്ഷ്യപ്രാപ്തി എത്താത്ത രീതിയിൽ നിലച്ചു പോകുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സ്ഥലത്ത് നമുക്ക് നേരിടുന്നത് ഒരുപാട് മാറാരോഗങ്ങളും
പകർച്ചവ്യാധികളും പുത്തൻ അസുഖങ്ങളും ഒക്കെ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും വ്യായാമക്കുറവും ഒക്കെ ഇതിനൊരു കാരണമാണ്. ഇങ്ങനെയുള്ള സമയത്താണ് ആയോധന കലാ കേന്ദ്രത്തിന്റെ ഒരു പങ്ക് നമ്മൾ കാണേണ്ടത്. ദൈനംദിന കരാത്തെ പരിശീലനത്തോടുകൂടി പുതുവായിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് ചെറു പ്രായത്തിൽ തന്നെ തുടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ ആരോഗ്യത്തിനെ കുറിച്ചുള്ള ഒരു ബോധം വരികയും ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു പ്രവൃത്തിയും അവര് ഉൾക്കൊള്ളാനുള്ള മനസ്സ് അവർ കാണിക്കില്ല. അപ്പൊ കരാത്തെ പരിശീലനത്തോടുകൂടി നല്ല ആരോഗ്യമുള്ള രോഗവിമുക്തമായ ഒരു ശരീരം കൂടി പ്രതിദാനം ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി പാറാലിൽ പ്രവർത്തിച്ചു വരുന്ന കരാത്തെ പരിശീലന സ്ഥാപനത്തിന് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും UAE, ബഹ്റിൻ, ഖത്തർ തുടങ്ങിയ ഗൾഫ് നാടുകളിലും ബ്രാഞ്ചുകളുണ്ട്. ജില്ലാ കരാത്തെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ പള്ളിക്കുന്ന് ശ്രീഗുരു ഹാളിൽ സംഘടിപ്പിച്ച 39ാമത് ജില്ലാ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ നേടിയ 51 സ്വർണം, 25 വെള്ളി, 28 ഓട്ടു മെഡലുകളിലൂടെ 358 പോയിന്റ് നേടി ഓവറോൾ ട്രോഫിയും കരസ്ഥമാക്കി. അടുത്ത മാസം 14, 15, 16 തീയതികളിൽ എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി സ്മാരക ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാനതല കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂരിലെ മെഡൽ ജേതാക്കളായ കരാത്തെ മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാനാകും. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് നാഷണൽ തല മത്സരങ്ങളിലും മത്സരിക്കാൻ അർഹതയുണ്ടാകും. ഇതിൽ 1ഉം 2ഉം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന കരാട്ടെ കേരള അസോസിയേഷന്റെ സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. നവംബർ 14, 15, 16 തീയതികളിലാണ് എറണാകുളത്ത് വെച്ച് കരാട്ടെ കേരള അസോസിയേഷന്റെ സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആ സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷന്റെ അഫിലിയേഷൻ ലഭിച്ച ഇന്ത്യയിലെ ഏക ബോഡി ആയിട്ടുള്ള കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻസിന്റെ ദേശീയ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കുന്നതായിരിക്കും. വേൾഡ് കരാത്തെ ഫെഡറേഷൻ UAEയിൽ സംഘടിപ്പിച്ച 120 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ പങ്കെടുത്ത യൂത്ത് ലീഗ് കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ ലോക കരാത്തെ ഫെഡറേഷന്റെ കോച്ചായി പങ്കെടുക്കാൻ അവസരം ലഭിച്ചതായും സെൻസായ് വിനോദ് കുമാർ അറിയിച്ചു. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ UAEയിൽ വെച്ച് നടന്ന ഏകദേശം 120 രാജ്യങ്ങൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ ഭാഗമായി നടന്ന കോച്ച് സെമിനാറിൽ എനിക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയും 120ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത WKFന്റെ യൂത്ത് ലീഗ് കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഏക വ്യക്തിയും കൂടിയാണ് ഞാൻ എന്ന് പറയാൻ വളരെ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടിയും വളരെ വിനയത്തോടു കൂടിയും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സെൻസായ് അനൂപ്, M ദിനു, സംബായ് A അൻകിത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE.
ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ, ശാസ്ത്രീയ സംഗീതം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ സേവനം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് പള്ളൂർ ഗണപതി വിലാസം സ്കൂളിൽ വെച്ച് ആരംഭിക്കുന്നു. ബന്ധപ്പെടുക 953981 986 9447642330. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 049023329161, 7907361149, 9447646125. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. കൊളവല്ലൂർ വനിതാ സഹകരണ സൊസൈറ്റി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. KK ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം ചെയ്തു. കൊളവല്ലൂർ വനിതാ സഹകരണ സൊസൈറ്റിയുടെ പുതിയ കെട്ടിട ഉദ്ഘാടനം വർണ്ണശബളമായ ചടങ്ങുകളോടെ നടന്നു. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മെച്ചപ്പെട്ടതാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ കൂട്ടായി ഇടപെടുകയും ചെയ്യുമ്പോൾ മാത്രമേ നാം സംസ്കാര സമ്പന്നരായിട്ടുള്ള മനുഷ്യരായിട്ട് മാറുകയുള്ളൂ. സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ കൊടും പട്ടിണിയായിരുന്നു ഈ മലബാറിലാകെ. എല്ലാവരും, വളരെ ചുരുങ്ങിയ ഭൂപ്രഭുക്കൾക്കൊഴികെ, അവരുടെ പിണിയാളുകളായിട്ടുള്ള അധികാരികൾക്കൊഴികെ
ഭൂമിയിൽ അധ്വാനിക്കുന്ന എല്ലാ മനുഷ്യരും ജാതി മതഭേദമന്യേ നല്ല പട്ടിണിയിലായിരുന്നു. ആ പട്ടിണി കിടക്കുന്ന ജനതയെ ഇന്ത്യയുടെ എല്ലാ ഭാഗവും അങ്ങനെയായിരുന്നു. ഇവിടത്തെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ കൊള്ള ചെയ്ത് കൊണ്ടുപോയി. നമ്മുടെ കയ്യിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളം കയറി ഇറങ്ങിപ്പോയ ഭൂമി പോലെ, തരിശ് ഭൂമി പോലെ ശൂന്യമായിരുന്നു ഇന്ത്യ. അപ്പോ ആ മനുഷ്യരുടെ പട്ടിണി അകറ്റാൻ ബോധപൂർവമായ തീരുമാനമെടുക്കണം. ആ തീരുമാനങ്ങളിലാണ് കേരളം ഇന്ന് ഏറ്റവും മികച്ചു നിൽക്കുന്നത്. നമുക്ക് മാന്ത്രിക തന്നെ വീശി കാണിച്ചാൽ പട്ടിണി മാറില്ല, നാടിന് ഐശ്വര്യം ഉണ്ടാവില്ല. കയ്യിലുള്ള പണം അതിസമർത്ഥമായി വിനിയോഗിച്ച് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത അധ്യക്ഷയായി. വനിതാ സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് എ പി ലീല സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ എ കെ അരവിന്ദാക്ഷൻ, ഖദീജ തക്കീൽ, കെ കെ സനൂപ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ പി രാജേഷ്, കെ പി റിഞ്ഞിൽ, ടി കെ ചന്ദ്രൻ മാസ്റ്റർ, കെ മുകുന്ദൻ മാസ്റ്റർ, ടി പി അബൂബക്കർ, പുഷ്പൻ, വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി കെ പി ചന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി പി വി ചന്ദ്രൻ, സഹകരണ സംഘം സെക്രട്ടറി രഞ്ജിഷ എന്നിവർ സംസാരിച്ചു. മാഹി പബ്ലിക് സർവൻസ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനവും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. നിരവധി ആളുകൾ സംബന്ധിച്ചു. കോഓപ്പറേറ്റീവ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആർ കങ്കയൻ ഉദ്ഘാടനം നിർവഹിച്ചു. I want to remember you spending in its own fund, not getting any loan from banks or other institutions. That should be praised, appreciated. In Pondicherry, they are getting loan from other institutions like Pondicherry State Cooperative Bank or institution, but they are collecting only a fixed deposit and thrift deposit for members. From that, they are issuing loans to members. The loan maximum they are giving only 10 lakhs, but in Pondicherry they are giving more than 20 lakhs, 30 lakhs like this. സൊസൈറ്റി പ്രസിഡന്റ് പി യതീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CH പ്രഭാകരൻ മാസ്റ്റർ, CP ഹരീന്ദ്രൻ മാസ്റ്റർ, കെ പ്രശോഭൻ, CH സത്യനാഥൻ എന്നിവർ സംസാരിച്ചു. സൊസൈറ്റി ട്രഷറർ പി പ്രവീൺകുമാർ സ്വാഗതവും സൊസൈറ്റി മാനേജർ ഷർമേഷ് നന്ദിയും പറഞ്ഞു. കുന്നോത്തുപറമ്പ് ആരോഗ്യ കേന്ദ്രത്തിൽ ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി ലാബ് ആരംഭിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെണ്ടയാട് നെള്ളങ്ങലിലെ കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി സ്ഥാപിച്ച അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ബയോകെമിസ്ട്രി ലാബ് പ്രവർത്തനം തുടങ്ങി. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കായുള്ള കളിസ്ഥലം, STC ജ്യോതിസ് കേന്ദ്രം, ഇ-ഹെൽത്ത്, UHID കാർഡ് വിതരണം എന്നിവയുടെ ഉദ്ഘാടനവും MLA ചടങ്ങിൽ നിർവഹിച്ചു. ഈ UHID കാർഡ് വിതരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഓരോരുത്തർക്കുമുള്ള ഒരു ഐഡന്റിറ്റിയാണ്. അത് കാണിച്ചാൽ അത് പരിശോധിച്ചാൽ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ കാലഘട്ടം മാറിയ കാലഘട്ടത്തിൽ AI രംഗത്ത് വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിന് വളരെ മുൻതൂക്കം നൽകിക്കൊണ്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേരള സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം പല രംഗത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതാണ് എല്ലാ രംഗത്തും AIയുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് എന്നത് നമുക്കിവിടെ വന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന രൂപത്തിലേക്കും ഉള്ള ഒരു സംവിധാനം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ്, നമ്മുടെ ശൈല ടീച്ചർ തുടങ്ങി വെച്ചത്. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത അധ്യക്ഷയായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷ രേരോത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മഹിജ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP അനിത, വാർഡംഗങ്ങളായ ജിഷ, കനകരാജ്, HMC മെമ്പർമാരായ കരുവങ്കണ്ടി ബാലൻ, പ്രജീഷ് പൊന്നത്ത്, PV ജയാനന്ദൻ, കെ മുകുന്ദൻ മാസ്റ്റർ, മൊയ്തു പത്തായത്തിൽ, ഡോക്ടർ രശ്മി മാത്യു, ഡോക്ടർ VP ഷൈന എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ദീക്ഷിത് ശശിധരൻ സ്വാഗതവും ഡോക്ടർ ബീന നന്ദിയും പറഞ്ഞു. പ്രശസ്ത സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന ജീവനക്കാർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ MLA സമ്മാനിച്ചു.
തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി കലാമേള ശലഭോത്സവം ശ്രദ്ധേയമായി. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന ശലഭോത്സവത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി അഡീഷണൽ CDPO K അനിത, പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ, വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗീത, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ മാസ്റ്റർ, KD മഞ്ജുഷ, N രജിത പ്രദീപ്, KT ഫർസാന, TP പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പണിനീരും കടവത്ത് കുടമുള്ള പൂത്തല്ല മണിമുത്തും പൊന്നിൻ്റെ ഉണ്ടല്ലോ അരൂവിൽ നിന്നല്ലോ താനും വന്നല്ലോ മുല്ലപ്പൂവിൻ ചാളത്താവുള്ള പന്നിക്കുപ്പായ എന്റെ മണ്ണ് കാണില്ല പൂമരം പൂത്തുലഞ്ഞി പൂവകയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. തലശ്ശേരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ പ്രചരണാർത്ഥം നിമിഷ നേരം കൊണ്ട് ചാർലി ചാപ്ലിന്റെ ചിത്രം തയ്യാറാക്കി ചിത്രകാര ദമ്പതികൾ. വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ പ്രശാന്ത് ഒളവിലവും ഭാര്യ അഫ്രൂസ് ഷഹാനയുമാണ് ചാർലി ചാപ്ലിന്റെ ചിത്രം വരച്ചത്. അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥമാണ് ചിത്രജന സംഘടിപ്പിച്ചത്. വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ ചാർലി ചാപ്ലിന്റെ ചിത്രം ബോർഡിൽ തയ്യാറാക്കിക്കൊണ്ട് പ്രശാന്ത് ഒളവിലവും ഭാര്യ അഫ്രൂസ ഷഹാനയും വേറിട്ട കാഴ്ചയൊരുക്കി. സംവിധായകൻ പ്രദീപ് ചുക്ലി ക്യൂറേറ്ററായിരുന്നു. പ്രശാന്തിന് പ്രത്യേക നന്ദിയായിരുന്നു. വളരെ ചെറിയ സമയം കൊണ്ടാണ് പ്രശാന്തും ഭാര്യയും കൂടിയിട്ട് ഈ വർക്ക് ചെയ്തത്. ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഇൻസ്റ്റലേഷൻ നമ്മളിവിടെ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, മലയാള സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സ്ഥലമാണ് തലശ്ശേരി. കാരണം കേരളത്തിൽ മൂന്നാമത്തെ സ്ഥലമാണ് സിനിമ കളിച്ചത്. ആദ്യത്തെ സിനിമ കളിച്ചത് കേരളത്തിൽ ആദ്യമായിട്ട് സിനിമ കളിച്ചത് കോഴിക്കോടാണ്, രണ്ടാമത് തൃശ്ശൂരാണ്, മൂന്നാമത് കളിക്കുന്നത് തലശ്ശേരിയാണ്. അപ്പോൾ തലശ്ശേരിക്ക് ഒരു സിനിമാ പാരമ്പര്യം അന്ന് മുതലേ ഉണ്ട്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പരിപാടി ഒരുക്കിയത്. നടൻ സുശീൽ കുമാർ തിരുവങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ജിത്തു കോളയാട്, വേണുഗോപാൽ മഠത്തിൽ, TM ദിനേശൻ, PK ബൈജു, സുരാജ് ചിറക്കര, ഷിജു പുതുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ 16 മുതൽ 19 വരെ തലശ്ശേരി ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലാണ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ നടക്കുക. അന്താരാഷ്ട്ര നിലവാരമുള്ള 55 സിനിമകൾ പ്രദർശിപ്പിക്കും. 31 ഇന്റർനാഷണൽ സിനിമകളും 10 ഇന്ത്യൻ സിനിമകളും 14 മലയാള സിനിമകളുമാണ് പ്രദർശിപ്പിക്കുക. ബാലരംഗം ചെണ്ടയാട് യൂണിറ്റ് ഏകദിന തിയേറ്റർ ക്യാമ്പ് ചെണ്ടയാട് PR മന്ദിരത്തിൽ നടന്നു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാലരംഗം ചെണ്ടയാട് യൂണിറ്റിന്റെ ഏകദിന തിയേറ്റർ ക്യാമ്പ് ചെണ്ടയാട് PR മന്ദിരത്തിൽ നടന്നു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ് എന്താണ് തിയേറ്റർ, എന്താണ് ക്യാമ്പ്, എന്താണ് നാടകം, എന്താണ് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനെക്കുറിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സോഴ്സിനെക്കുറിച്ചാണ്. ഒരു വലിയ സമ്പന്നമായ ഒരു ഫാക്ടറി ആണെങ്കിൽ ആ ഫാക്ടറിയുടെ അവിടെയുള്ള തൊഴിലാളികൾക്ക് അയാൾക്ക് കിട്ടുന്ന ആദായത്തിൻ്റെ നല്ലൊരു അംശം അയാൾക്ക് കിട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഡോക്ടർ രാം മനോഹർ ലോഹിയ ഈ ആശയവുമായിട്ട് മുന്നോട്ട് വന്നത്. അത് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച പല പരിപാടികളുണ്ട്. ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രബലമായ രാഷ്ട്രീയ സംഘടനയായിട്ടാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വന്നത്. അത് SP സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിലായിരുന്നു. പിന്നീട് PSP ആയി, ISP ആയി, SSP അങ്ങനെ പേരുകൾ മാറിയെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ സോഷ്യലിസ്റ്റ് ഇഷ്ടമാണ്. അതിൻ്റെ കീഴ് സംഘടനയായിരുന്നു HMS, ഹിന്ദു മസ്ദൂർ സഭ എന്ന് പറയുന്ന തൊഴിലാളി സംഘടന. ഫെർണാണ്ടസ് അതിൻ്റെ നേതാവായിരുന്നു, ജോർജ് ഫെർണാണ്ടസ്. അദ്ദേഹം മഹാരാഷ്ട്ര ബോംബെയിൽ നിന്ന് ഒരു വിരലനക്കിയാൽ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സ്തംഭിച്ചു പോകും.
വാഹനങ്ങളൊന്നും ഓടില്ല, ഒന്നും നടക്കില്ല. അങ്ങനെയായിരുന്നു അന്ന് നേതൃത്വം. പിന്നീട് അതും ഈ പറഞ്ഞ പോലെ പല പേരുകളിലായിപ്പോയി. ഇപ്പോഴും HMS എന്ന തൊഴിലാളി സംഘടന മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ തന്നെ ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിനെക്കുറിച്ച് ആധികാരികമായ അടിത്തറ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കാര്യം, ബാക്കി കാര്യങ്ങളൊക്കെ മറ്റുള്ള സംസാരിക്കും. ഞാൻ കൂടുതൽ കാര്യങ്ങളേക്കൊന്നും നാടക നടൻ സുരേഷ് അരങ്ങി ക്ലാസ് എടുത്തു. വീട്ടുപേര്, പിന്നെ വീട്ടുപേരില്ലെങ്കിൽ നിങ്ങളെ സ്ഥലം, പേര്, വീട്ടുപേര്, പഠിക്കുന്ന ക്ലാസ് അല്ലെ സ്കൂൾ, ഈ 4 കാര്യം മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ഇതില് ഒരു കാര്യം. ചെയർമാൻ പി അനുവേദ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചന്ദ്രിക പതിയന്റെപിട, വാർഡംഗം എം ബീന, RJD ജില്ലാ സെക്രട്ടറി N ധനഞ്ജയൻ, മേഖലാ പ്രസിഡന്റ് ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ പന്നിയോടൻ ചന്ദ്രൻ വിശദീകരണം നടത്തി. കൺവീനർ BP നൈനിക സ്വാഗതവും JP ആഷിഖ് നന്ദിയും പറഞ്ഞു. പാനൂർ നഗരസഭ നഗരജനകീയ ആരോഗ്യ കേന്ദ്രം പെരിങ്ങളം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യമുള്ള സമൂഹം, ആരോഗ്യമുള്ള തലമുറ, ആരോഗ്യമുള്ള മനുഷ്യൻ, അതാണ് ഒരു നാടിന്റെ സമ്പത്ത്. ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല. എത്ര വലിയ പണം സമ്പാദിച്ചാലും ആ സമ്പാദിക്കുന്ന പണങ്ങൾ ചിലവഴിക്കാനോ അത് ഉപയോഗിക്കാനോ കഴിയുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്ത് നേടിയിട്ടും കാര്യമില്ല. അവിടെ ആരോഗ്യമാണ് പ്രധാനം. നമ്മുടെ മേഖലയിൽ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും കാലത്ത് മുതൽ ഉച്ചവരെയാണ്. ഈ നഗര ആരോഗ്യ ജനകീയ കേന്ദ്രം 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഡോക്ടറുടെയും ഫാർമസിസ്റ്റിന്റെയും ഒക്കെ സേവനങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM രാജേഷ്, TK ഹനീഫ, ഉമൈസ തിരുവമ്പാടി, മുൻ നഗരസഭാ ചെയർമാൻ V നാസർ മാസ്റ്റർ, കൗൺസിലർമാരായ NA കരീം, പ്രീത അശോക്, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ശശി നടുവിലക്കണ്ടി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീന, ഡോക്ടർ ഷഹനാസ്, ഡോക്ടർ ജംഷീർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി പാനൂർ ഉപജില്ലാ സർഗോത്സവം കടവത്തൂർ VVUP സ്കൂളിൽ നടന്നു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി പാനൂർ ഉപജില്ലാ സർഗോത്സവം കടവത്തൂർ VVUP സ്കൂളിൽ നടന്നു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തെക്കയിൽ സക്കീന ഉദ്ഘാടനം ചെയ്തു. വിവിധ ശില്പശാലകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും അവരുടെ കലാവാസനകളെ പുറത്തെടുപ്പിക്കുന്നതിനുമായി ഒരു വേദി ഒരുക്കുകയാണ് ഇവിടെ ചെയ്തത്. നമുക്കറിയാം, നല്ല ഭൗതിക സാഹചര്യമുള്ള ഒരു സ്കൂളാണ് ഇപ്പോൾ. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കലാമേള ഏറ്റെടുക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ കലാമേള നല്ല രീതിയിൽ വിജയിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ഒരു ഉത്സവമായി മാറാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കൾക്കും പലവിധ കഴിവുകളും നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി പറഞ്ഞതുപോലെ ആകാശത്തിലെ അനന്ത സാധ്യതയുള്ള നക്ഷത്രങ്ങളാണ് നമ്മുടെ മക്കൾ. അവർക്ക് പലവിധ നമ്മൾ വിചാരിക്കാത്ത പല കഴിവുകളും അവർക്കുണ്ടാവാം. അതൊക്കെ അവർക്ക് കഴിവ് പ്രകടിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനവും അറിയിച്ചുകൊണ്ടും ഈ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാനൂർ AO ബൈജു കേളോത്ത് അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപകൻ TK ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. മാത്യൂസ് വയനാട് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ KM സുനിലൻ പദ്ധതി വിശദീകരണം നടത്തി. പാനൂർ BPC K സിമ്മി, HM ഫോറം സെക്രട്ടറി നജീബ് മാളിൽ, വിദ്യാരംഗം വൈസ് ചെയർപേഴ്സൺ സുധാമണി, PTA പ്രസിഡന്റ് വജീഷ് മത്തത്ത്, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി PP സുധീർ കുമാർ, മാനേജ്മെന്റ് പ്രതിനിധി PV ഭാരതി, വിദ്യാരംഗം ജില്ലാ കമ്മിറ്റി
അംഗം ടി അരുൺകുമാർ, മദർ പി ടി എ പ്രസിഡന്റ് ജിഷ്ണ പ്രദീപ്, പി വി സുനില തുടങ്ങിയവർ സംസാരിച്ചു. UP ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ശില്പശാലകളും തുടർന്ന് നടന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. മൊകേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ബാലസഭയും ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ ഉദ്ഘാടനം ചെയ്തു. മൊകേരി പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഭാഗമായി പഞ്ചായത്ത് ഹാളിൽ ബാലസഭ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് P. വത്സൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്കൂളുകളും മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. കളക്ടർ സ്കൂളിനൊക്കെ 3 കഴിയുന്ന സാധനങ്ങൾക്ക് എല്ലാവരും തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങളെല്ലാ സ്കൂളിലെ ഒരു ഇത്രയുടെ ഒരു പെട്ടി, 3 പെട്ടി ഉണ്ടാവും ശുചിത്വമായി ബന്ധപ്പെട്ടുള്ളതാണ്. നിങ്ങളെല്ലാ സ്കൂളുകളിലും പച്ചക്കറികൾ. വൈസ് പ്രസിഡന്റ് M. രാജശ്രീ അധ്യക്ഷയായി. CDS ചെയർപേഴ്സൺ KK പ്രസന്നി സ്വാഗതം പറഞ്ഞു. സുരേഷ് ബാബു മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP റഫീഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ഷൈനി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV മുകുന്ദൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ NK ജയപ്രസാദ്, P. അനിത തുടങ്ങിയവർ സംസാരിച്ചു. വികസന സദസ്സിന്റെ ഭാഗമായി ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി ബോധവൽക്കരണ ക്ലാസും നടത്തി. മുകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പരിപാടി നിങ്ങളെ വേറൊന്ന് കാണുന്നുണ്ടാവും. ഒരു വികസന സദസ്സും കൂടി നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ മാസം 20-ാം തീയതി വരെ കേരളത്തിലെ ഗവൺമെൻറ് അതുപോലെ തന്നെ പഞ്ചായത്തുകളും നടത്തിയ വികസനത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യം ഭൂജനസംഘം അവതരിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്.
നമ്മളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാ വർഷവും ഇങ്ങനെ ജാഗ്രതാ സദസ്സുകൾ നടത്തുന്നു. പക്ഷേ ഓരോ ദിവസവും പിടിക്കപ്പെടുന്ന മയക്കുമരുന്നിൻ്റെ ആളുകൾ കൂടുകയാണ്. ഒരു രാജ്യത്തിൻ്റെ പതനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളെ ആ ഭൂമിയിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുക എന്നുള്ളതാണ്. സാംസ്കാരികമായി, സാമൂഹ്യമായി, സാമ്പത്തികമായെല്ലാം അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV മുകുന്ദൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. പാനൂർ ജനമൈത്രി പോലീസ് ഓഫീസർ സുജോയ്, കമ്മ്യൂണിറ്റി വുമൻ ഫെസിലിറ്റേറ്റർ K ചന്ദ്രി, പഞ്ചായത്ത് അംഗം P അനിത എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ M രതി സ്വാഗതം പറഞ്ഞു. കൊല്ലത്ത് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ കയറിയപ്പോൾ ഷോക്കേറ്റ് മരിച്ച മിഥുൻ സഹായ ഫണ്ട് കൈമാറി. ചുക്ലി ലോക്കൽ അസോസിയേഷൻ നേതൃത്വത്തിൽ ശേഖരിച്ച 30,000 രൂപയാണ് കൈമാറിയത്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ചുക്ലി ലോക്കൽ അസോസിയേഷൻ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി ശേഖരിച്ച മിഥുൻ കുടുംബസഹായ നിധി ചോദാവൂർ ഹയർ സെക്കൻഡറിയിൽ വെച്ച് തലശ്ശേരി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണർ P ബിജോയ്ക്ക് കൈമാറി. ചുക്ലി AEO KA ബാബുരാജാണ് 30,000 രൂപ കൈമാറിയത്. ചുക്ലി ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി അർജുൻ അധ്യക്ഷത വഹിച്ചു. ചെമ്പാട് അരിയാക്കുടിയിൽ പുതുതായി പണിയുന്ന റെഡ് സ്റ്റാർ ക്ലബ്ബ് നിർമ്മാണ ഫണ്ട് കണ്ടെത്താൻ പ്രഥമൻ ചലഞ്ച് സംഘടിപ്പിച്ചു. 700 ലിറ്ററോളം പ്രഥമൻ വിറ്റഴിച്ചു. ചെമ്പാട് അരിയാക്കുടിയിൽ പുതുതായി നിർമ്മിക്കുന്ന റെഡ് സ്റ്റാർ ക്ലബ്ബ് കെട്ടിട നിർമ്മാണ ഫണ്ട് സ്വരൂപിക്കാനായാണ് പ്രഥമൻ ചലഞ്ച് സംഘടിപ്പിച്ചത്. 700 ലിറ്ററോളം പ്രഥമൻ വിറ്റഴിച്ചു. K ആദർശ്, V മഹേഷ്, സുഗത് കുമാർ, KV ജിജേഷ്, KTK സക്രിയ, P അഷ്കർ, J ബിഗേഷ്, മിഥുനേഷ്, KP ജിതേഷ് എന്നിവർ നേതൃത്വം നൽകി. കിളികുളം ഫിലിംസിന്റെ ബാനറിൽ സജീവ് കിളികുളം രചനയും സംഗീതവും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച രുദ്ര എന്ന ചലച്ചിത്രത്തിന്റെ ഓഡിയോ റിലീസ് തിരുവനന്തപുരത്ത് നടന്നു. നവംബർ മാസം രുദ്ര പ്രദർശനത്തിലെത്തും. സജീവ് കിളികുളം രചനയും സംഗീതവും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച രുദ്രയുടെ ഓഡിയോ റിലീസിംഗാണ് തിരുവനന്തപുരത്ത് നടന്നത്. സൂര്യ കൃഷ്ണമൂർത്തി ഗാനങ്ങൾ പ്രകാശനം ചെയ്തു. സജീവ് കിളികുലം സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്ന രുദ്രം എന്ന സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇത് ബോക്സ് ഓഫീസിൽ വിജയിക്കണം എന്നുള്ളതല്ല, ഇതിൻ്റെ മെസ്സേജ്, ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, ഈ മെസ്സേജ് എത്തേണ്ടവർക്ക് എത്തട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മനോഹരങ്ങളായ 3 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. സജീവ് കിളികുലവും റിജിയുമാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. നിഷ ഗോവിന്ദാണ് ചിത്രത്തിലെ നായിക. രുദ്ര എന്ന യുവതിയുടെ അതിജീവനത്തിന്റെ കഥയാണ് ചലച്ചിത്രം പറയുന്നത്. പ്രകൃതി ദുരന്തം, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ ദുരന്തങ്ങളിലൂടെ വികസിക്കുന്ന കഥാതന്തു സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരെ വിരൽ ചൂണ്ടുന്നു. ഭക്തി, രതി, വിപ്ലവം എന്നിവ ത്രിമാന സ്വഭാവം കൊണ്ട് ആളിപ്പടരുന്ന കഥയിൽ സാമൂഹിക അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ആശങ്കകളും പങ്കുവെക്കുന്നുണ്ട്. ആന്റണി എന്ന വിപ്ലവകാരിയുടെ വേഷം സംവിധായകൻ സജീവ് കിളികുലമാണ് അഭിനയിക്കുന്നത്. രുദ്ര എന്ന ടൈറ്റിൽ കഥാപാത്രം നിഷ ഗോവിന്ദ് അവതരിപ്പിക്കുമ്പോൾ മൂപ്പൻ എന്ന വേഷം സുരേഷ് അരങ്ങ് മനോഹരമാക്കുന്നു. മുരളി, ഉത്തമൻ, ടോജോ ഉപ്പുതറ, ബ്രൂസ്ലി രാജേഷ്, അശോകൻ മണത്തന, അനിൽ വടക്കുംപാട്, പാർവതി, ശിവനന്ദ തുടങ്ങിയവരും വേഷമിടുന്നു. നിഖിൽ കുമാർ പിണറായിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സജീന്ദ്രൻ പിണറായി ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷനും DOP മനോജ് നരവൂർ, എഡിറ്റിംഗ് കളറിംഗ് ജിതിൻ നാരായണനുമാണ് നിർവഹിക്കുന്നത്. നവംബർ മാസം രുദ്ര പ്രദർശനത്തിനെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും സഞ്ചരിക്കാത്ത സുരക്ഷയിലാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതെന്നും മുല്ലപ്പള്ളി. തലശ്ശേരിയിൽ പൂട്ടിയിട്ട പെട്ടിക്കടയിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടികൂടി. 10,000 രൂപ പിഴയിട്ടു. നടപടിയെടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ചെണ്ടയാട് അമ്പിടാട്ട് മടുപ്പരയ്ക്ക് സമീപം ക്വാറിയിൽ മണ്ണിടിഞ്ഞു. ആർക്കും പരിക്കില്ല. പോലീസ് സ്ഥലത്തെത്തി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 16, 17, 18 തീയതികളിൽ തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ. 15 ഉപജില്ലകളിൽ നിന്നായി 2000-ഓളം കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.